യുദ്ധത്തിന് വിളിക്കുന്നു. അവർ തമ്മിൽ യുദ്ധം ആരംഭിക്കുന്നു. യുദ്ധത്തിന് വിളിച്ചപ്പോൾ തന്നെ ഭാര്യയുടെ ഭാര്യയായ താര പറഞ്ഞു പോകരുത്, കാരണം ഇതെന്തോ ഒരു ഇങ്ങനെ എത്രയും അശക്തനായുള്ളൊരു വ്യക്തി ഇപ്പോൾ ഇങ്ങനെ വന്ന് യുദ്ധത്തിന് വെല്ലുവിളിക്കണമെങ്കിൽ അവൻ്റെ പുറകിൽ ഏതോ വലിയ ശക്തികളുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ദുർബലനായ ഒരാൾ നിങ്ങളെപ്പോഴാണ് പോരിന് വിളിക്കുന്നത്. അത് ആരാണെന്ന് അറിയാതെ നിങ്ങൾ യുദ്ധത്തിന് ചാടി പുറപ്പെടുന്നത് താര ഉപദേശിക്കുമെങ്കിലും യുദ്ധത്തിന് വിളിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് ആണുങ്ങൾക്ക് ചേർന്നതല്ല എന്നുള്ള ആ ഒരു വാദഗതിയോടുകൂടി ബാലി ചെന്നിട്ട് യുദ്ധത്തിലേർപ്പെട്ടു. യുദ്ധം ചെയ്യുമ്പോൾ സുഗ്രീവനെ സഹായിക്കാമെന്നാണ് ശ്രീരാമചന്ദ്രൻ ഏറ്റിരിക്കുന്നത്. ആ യുദ്ധം മുറുകി. പക്ഷേ രണ്ടുപേരും തമ്മിലുള്ള യുദ്ധത്തിൽ രണ്ടുപേർക്കും പരിക്കുകൾ പറ്റി ദേഹമാസകരം രക്തം ഒക്കെയായി പൊടിപടലങ്ങളായി രണ്ടുപേരെയും തമ്മിൽ കണ്ടാൽ അറിയാൻ വയ്യാത്ത അവസ്ഥയിൽ ശ്രീരാമചന്ദ്രന് അമ്പ് ചെയ്യാൻ വയ്യാതെ വന്നു. ഏറെ നേരം കഴിഞ്ഞ് പരാജിതനായ സുഗ്രീവൻ തിരികെ വന്നിട്ട് ശ്രീരാമചന്ദ്രനോട് പരാതി പറഞ്ഞു, എന്നെ കൊല്ലിക്കാനാണ് ഉദ്ദേശമെങ്കിൽ നേരിട്ട് കൊന്നാൽ പോരാ, എന്തിനാണ് ഈ മറ്റേയാളെ കൊണ്ട് എന്നെ കൊല്ലിക്കുന്നത് എന്ന രീതിയിൽ സംസാരിച്ചു. ആ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, അത് നിങ്ങളെ തമ്മിൽ എനിക്ക് തിരിച്ചറിയാൻ വയ്യാതെ പോയതുകൊണ്ടാണ്. നീ ഒരു കാര്യം ചെയ്യേ, വീണ്ടും ഒരിക്കൽ കൂടി ചെന്ന് യുദ്ധത്തിന് വിളി എന്ന് പറഞ്ഞുകൊണ്ട് സുഗ്രീവനെ തിരിച്ചറിയാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കഴുത്തിലൊരു മാലയൊക്കെ ധരിച്ചുകൊണ്ട് യുദ്ധത്തിന് ഇറങ്ങാൻ പറഞ്ഞു. പിറ്റേ ദിവസം യുദ്ധത്തിന് ഇറങ്ങിയപ്പോൾ ഭാര്യയുടെ കഴുത്തിൽ ഒരു മാല ഉണ്ടായിരുന്നാണ് പറയുന്നത്. എന്തായാലും ആ യുദ്ധം മുറുകി ആ അവസരത്തിൽ ഒരു മരത്തിന് പുറകിൽ മറഞ്ഞു നിന്നുകൊണ്ട് ശ്രീരാമചന്ദ്രൻ ഒരമ്പ ചെയ്ത് ഭാര്യയെ എയ്ത് വധിച്ചു എന്നാണ് നമ്മുടെ ആ കഥ. അതിൻ്റെ ഭാര്യയുടെ സുഗ്രീവൻ്റെ കലഹകഥയൊക്കെ ഇവിടെ വിശദമായി പറയുന്നുണ്ട്. മനോഹരമായ ഒരു ഭാഗമാണ്. എന്തിനാണിങ്ങനെ എൻ്റെ ഭർത്താവിനെ വധിച്ചത്? അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഗുണം? ഇങ്ങനെ മറഞ്ഞു നിന്നുകൊണ്ട് എൻ്റെ ഭർത്താവിനെ വധിച്ചതിൽ കൂടി നിങ്ങൾ എന്ത് ധർമ്മമാണ് ഉയർത്തിപ്പിടിച്ചത്? അധർമ്മം ആണ് അങ്ങ് കാണിച്ചത് എന്ന് ഭംഗ്യന്തരേണ സൂചിപ്പിച്ചുകൊണ്ട് താര ശ്രീരാമചന്ദ്രനോട് സംസാരിക്കുന്ന ഭാഗങ്ങളുണ്ട്. അതിന് മറുപടിയായിട്ട് അദ്ദേഹം താരോപദേശം എന്ന് പറയുന്ന ഭാഗവും നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ വായിച്ചു. അതുമായിട്ടും പല ഭാഗങ്ങളായിട്ട് രാമായണത്തിൽ ആദ്യന്തം ഈ കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇത് നമ്മൾ പലരെ കൊണ്ട് നമ്മളോട് പറയിപ്പിക്കുന്നത് നമുക്ക് ഈ ഒരു ബോധം വരുത്തുവാൻ വേണ്ടിയാണ്. നമ്മുടെ ഈ ശരീരമല്ല ശരീരം അല്ല നമ്മൾ. ശരീരം എന്ന് പറയുന്നത് നശിച്ചു പോകുന്നതാണ്. പക്ഷെ അതിനകത്തുള്ള ആത്മാവ് അത് നിത്യമായിട്ടുള്ളത്. ഈ ആത്മാവിനെയാണ് നമ്മൾ എന്നും ജീവനായി കാണുന്നത്. നമ്മുടെ ജീവനെ ആണ് അത് ഈശ്വര അംശമാണെന്നാണ് പറയുന്നത്. ബാക്കിയൊക്കെ നശിച്ചു പോകണം. അതുകൊണ്ട് നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്താൽ ഈ ജീവൻ അത് പരമപദത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കും എന്ന് പലതരത്തിൽ കൂടിയുള്ള ഉപദേശങ്ങളിൽ കൂടി നമ്മളെ കവി ഇവിടെ ബോധിപ്പിക്കുന്നത്. ഇതിന് ബോധപരമായ കഥകൾ, നിരവധി കഥകളാണ് രാമായണത്തിലുടനീളം നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ദേഹാഭിമാനം നമുക്ക് ശരിയല്ല. നമ്മൾ ദേഹത്തെ ഓർത്ത് ഇപ്പോൾ പലരും നമുക്ക് ലോകത്തിൽ കാണാൻ സാധിക്കുന്നത് ഈ ദേഹത്തെ ഓർത്തുള്ള നമ്മുടെ വൃഥാ അഭിമാനം, മിഥ്യാഭിമാനം, അതിൽ നിന്നുണ്ടാകുന്ന നാശങ്ങളാണ് ലോകത്ത് സംഭവിക്കുന്നത്. അതാണ് ഈ ലോകത്തുള്ള എല്ലാ ഈ സ്വർണത്തിന് വേണ്ടിയും അതുപോലെ തന്നെ അല്ലെങ്കിൽ കനകം മൂലം, കാമിനി മൂലം ഇതൊക്കെ ഉണ്ടാകുന്നത് ഇതെല്ലാം ദേഹം കൊണ്ടാണ്. ഈ ദേഹത്തെ അലങ്കരിക്കാൻ എനിക്ക് സമ്പത്ത് വേണം, എനിക്ക് ലോകത്തുള്ള എല്ലാ കലഹങ്ങൾക്കും കാരണം കനകവും കാമിനിയുമാണ്. അപ്പോൾ ഇതെല്ലാം ഈ ദേഹ അഭിമാനം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. സൗഭാഗ്യം വേണം, സമ്പത്ത് വേണം, നമുക്ക് സുഭിക്ഷത വേണം എന്നൊക്കെ ചിന്തിക്കുന്നത് ഇതെല്ലാം ദേഹത്തിനാണ്. ആത്മാവിന് ഇതൊന്നും വേണ്ട. ആത്മാവിന് ഈ സമ്പത്ത് വേണ്ട, ആത്മാവിന് ഈ പറഞ്ഞ ആഡംബരങ്ങൾ വേണ്ട, ധൂർത്ത് വേണ്ട, ഒന്നും വേണ്ട. ആത്മാവിന് വേണ്ടുന്നത് ഈ പറഞ്ഞ രീതിയിലുള്ള ഭക്തി, നമ്മൾ ഇന്നലെ പറഞ്ഞ ആ നവതാഭക്തി, അതിൽ കൂടി ഈശ്വരനിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗങ്ങൾ മതി. ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി ശ്രീരാമചന്ദ്രൻ താരയോട് പറയുന്നു. ഈ തത്വങ്ങൾ പല പ്രാവശ്യം നമ്മൾ പലരിൽ കൂടി കേട്ടതാണ്. അങ്ങനെ പറഞ്ഞതിന് ശേഷം സുഗ്രീവനോട് രാജ്യഭാരം ഏറ്റെടുക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നു. സുഗ്രീവൻ പറയുന്നു, അങ്ങ് രാജ്യം ഭരിച്ചാൽ മതി, ഞാൻ അങ്ങയുടെ ദാസനായിരുന്നു കൊള്ളാം, അങ്ങ് മൂലമാണ് എനിക്ക് ഈ രാജ്യം ലഭിച്ചത്, അതുകൊണ്ട് ഈ രാജ്യഭാരം അങ്ങ് ഏൽക്കണം, ഞാൻ അങ്ങയുടെ ദാസനായി ഈ രാജ്യത്ത് നിന്നുകൊള്ളാം എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു, ഞാനും നീയും എന്ന് വ്യത്യാസം വേണ്ട, നീ തന്നെയാണ് ഞാൻ, ഞാൻ തന്നെയാണ് നീ. അങ്ങനെയാണ് സുഗ്രീവനെന്നും ശ്രീരാമനെന്നും പറഞ്ഞാൽ വ്യത്യാസമില്ല. അതുകൊണ്ട് നീ രാജാവായാൽ മതി എന്ന് മാത്രമല്ല, 14 വത്സരം കഴിയുമ്പോഴും ഞാനൊരു രാജ്യത്ത് കാലുകുത്തുകയോ അങ്ങനെയുള്ള രാജകീയമായ സുഖങ്ങൾ അനുഭവിക്കുകയോ അങ്ങനെയൊന്നുമില്ല. ഒരു നഗരത്തിലും ഞാൻ പോകത്തില്ല. ഈ കാട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ഇത്രയും കാര്യങ്ങൾ ചെയ്തത് അദ്ദേഹം കാട്ടിൽ വെച്ചാണ്. എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ലക്ഷ്മണൻ മാത്രമാണ് വെളിയിലോട്ട് പോയിക്കൊണ്ടിരുന്നത്.
അപ്പോൾ ഇവിടെ ഞാൻ കാട് വിട്ട് പുറത്തേക്ക് പോകുക എന്നുള്ള ഒരു കാര്യം ഉദിക്കുന്നില്ല. അതുകൊണ്ട് ഈ രാജാവായിട്ടുള്ള അഭിഷേകം സുഗ്രീവന് തന്നെ ചെയ്താൽ മതി, ലക്ഷ്മണ നീ അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യുക എന്ന് നിർദ്ദേശിച്ചതനുസരിച്ച് ലക്ഷ്മണൻ സുഗ്രീവനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ബാലി എങ്ങനെ രാജ്യം ഭരിച്ചു അതുപോലെ ഈ രാജ്യം ഭരിക്കണമെന്ന് ശ്രീരാമേന്ദ്രൻ സുഗ്രീവനോട് ഉപദേശിക്കുന്നു. ബാലി ഒരു നല്ല രാജാവായിരുന്നു. ബാലിയെ സംബന്ധിച്ച് നമുക്ക് യാതൊരു ദുർഗുണങ്ങളും പറയാൻ പറ്റില്ല. അദ്ദേഹം ഏറ്റവും നല്ല രാജാവായിരുന്നു, അദ്ദേഹം ഏറ്റവും നല്ല ഭക്തനായിരുന്നു. അദ്ദേഹം ചെയ്ത ഒരു തെറ്റിതേ ഉള്ളൂ. അപ്പോൾ ബാലി എപ്രകാരം ഈ രാജ്യത്തെ പരിപാലിച്ചോ അതേപോലെ നീയും ഈ രാജ്യം പരിപാലിക്കണം. ബാലിയുടെ മകനായ അംഗദൻ, അവനെ ഇതിനൊക്കെ ശേഷം രാജാവായിട്ട് അഭിഷേകം ചെയ്യുകയും വേണം. ബാലിയുടെ മകനാണ് രാജാവാനുള്ള അവകാശം. അപ്പോൾ നിന്റെ കാലശേഷം അംഗദനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യണമെന്നും കൂടെ നിർദ്ദേശിച്ചുകൊണ്ട് സുഗ്രീവന് അദ്ദേഹം രാജ്യാഭിഷേകം ചെയ്യുന്നു. ബാലനെയും പരിപാലിച്ചു കൊള്ളുക എന്ന് പറയും. സുഗ്രീവൻ രാജാവായിട്ടിരിക്കുന്നതൊക്കെ നല്ലതാണ്, പക്ഷെ അതോടൊപ്പം തന്നെ ബാലിയുടെ മകന് യാതൊരു തരത്തിലുള്ള ഇതുണ്ടാകരുത്, അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ക്ലേശങ്ങളും അവന് വിഷമങ്ങളും ഉണ്ടാകരുത്. ബാലിയുടെ മകനെ നീ പൊന്നുപോലെ നോക്കിക്കോണം എന്ന് അദ്ദേഹം പ്രത്യേകം ഉപദേശിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ഇനി